എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോത്തിന് കിരണേട്ടനെ വിസ വന്നു. അങ്ങനെ UK പോയി. പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും നിന്നു. പിന്നെ കാണുന്നത് കോളേജിൽ പ്രൊഫസറായി കണ്ട. ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എടി, നീ കാരണമാണ് ഭാവിയിലെ ഒരു കൊച്ചു കുടുംബം ഇന്നിവിടെ തകർന്നത്. അത് ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും അറിയില്ല. ഓൾക്ക് എല്ലാം ഒപ്പിച്ചു കണ്ട്. ഒന്നും മിണ്ടാതിരിക്കേ. ഇപ്പൊ എന്റെ സീരിയൽ ടൈം ആണെന്ന് അറിയില്ലേ? ഞാൻ പോകുന്നു. എന്താണ് പുസ്തകത്തൊക്കെ? പണിഷ്മെന്റോ അതോ ഹോംവർക്കോ? പണിഷ്മെന്റാ. ഒരു സാധനം അങ്ങോട്ട് കെട്ടിയെടുത്തുക്കണല്ലോ, അത് തന്നതാ. നീ പറയുന്നത് കിരണെ കുറിച്ചാണല്ലേ? എങ്ങനെയുണ്ട് അവന്റെ ക്ലാസ് ഒക്കെ? സൂപ്പർ അല്ലേ? എന്ത് സൂപ്പർ? വന്ന പാടാനെ ഞങ്ങളെ പുറത്തിറക്കി. ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയാല് പുറത്തൊക്കെ ഇറക്കണം. അതൊക്കെ സ്വാഭാവികമാണ്. അതിനിപ്പോ എന്താ? ഞാൻ ചിത്രം സംസാരിച്ചിട്ടോ, അതിനാണ് അയാൾ പുറത്തിറക്കിയത്. അതിന്റെ കൂടെ പണിഷ്മെന്റും. കണക്കായി പോയി അല്ലേ? നമുക്ക് അങ്ങനെ തന്നെ വേണം. വെറുതെ എന്തിനാ അവന്റെ ക്ലാസ്സിൽ സംസാരിക്കാനൊക്കെ പോയി? അതല്ലേ? അമ്മ എന്റെ സൈഡാണോ അതോ അയാളെ സൈഡാണോ? ഞാൻ എന്റെ മരുമോന്റെ സൈഡിലേ നിൽക്കുള്ളൂ. മരുമോനോ അയാളോ? സ്ഥിരം കലാപരിപാടി തുടങ്ങിയിരുന്നു. നീ കുറച്ചു നേരം വരാന്തി തന്നെ ഇരിക്കണ നല്ലത്. ഹലോ അങ്കിളെ. മോനാണോ? നീ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ടേക്കൊക്കെ വരുന്നത്? അതൊക്കെ കുറച്ച് തിരക്കിലായി പോയി. എല്ലാം ഓരോ കൂടെ ഞാൻ ഒന്ന് പോയി കാണട്ടെ. അയ്യോ മോനെ, പോകരുത്. എന്താണ് ഇവിടെ എന്തോ ചക്ക വീണ ശബ്ദം കേട്ടു? നിന്റെ പെങ്ങളതാ ഒരാളെ കൊന്നിക്കണ്. അപ്പൊ ഇതൊരു ഡെഡ് ബോഡി ആണോ? ഞാൻ ആംബുലൻസിനെ വിളിക്കട്ടെ. നീ നിന്റെ ഡ്രാമാറ്റിക് നിർത്തിക്കാണ്ട ഫോണ് മര്യാദക്ക് അവിടെ വെച്ചോ, അല്ലെങ്കിൽ ചെള്ളടക്കി കിട്ടും. ഓക്കെ മാഡം. ഇത് ഒരു ദൃശ്യം 4 കഥ ആകോ? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ഇവന്റെ മുഖത്ത് തളിക്കാം. അളിയ, ഇപ്പൊ എങ്ങനെയുണ്ട്? മൂക്കിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊരു സംശയം. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇത് ഇടക്കിടക്ക് വീട്ടിൽ നടക്കുന്ന കലാപരിപാടിന് അതിന്റെ ഇടയ്ക്കാണ് ഈ കേറി വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നു പോരുത്. ഇതാ മോനെ ചാൻസ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആന്റി, കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. പറയടാ. അതെ, നീ മനുഷ്യനെ പേടിപ്പിക്കാണോ ബാക്കിൽ വന്ന്? അതെ, സോറി. അത് കയ്യെന്നറിയാതെ വന്നതാ. സോറി. കൊഴപ്പില്ല. ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ട്. ഇനി ആ വേദന മാറണമെങ്കിൽ ഒരു മുത്തം തന്നാലും മതി. ഇപ്പൊ നോക്കി മുത്തം കിട്ടും. ഏടോ തന്നെ ഞാൻ